ഹലോ. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴമാണ്. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണേണ്. അപ്പോൾ സോണി റെഡി ആയിട്ടില്ല, മോൻ പോയി. അപ്പോൾ അവൻ നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുന്നു. ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. പിന്നെ വന്നിട്ട് ഞങ്ങൾ അപ്പം മുറിക്കണതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, പള്ളിയിൽ പോയിട്ടൊക്കെ ഞങ്ങൾ വരാം. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിയുടെ വാതിക്കയിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. രാത്രിയാണ് അതിൻ്റെ ഭംഗി വരുള്ളൂ. രാത്രിത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ വഴിയെ കാണിച്ചു തരാം. പള്ളിയുടെ അകത്ത് കയറി പള്ളിയുടെ അകത്തെ കാഴ്ചകളൊന്നും ഞങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ പള്ളിയിലത്തെ കുർബാനയും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. അച്ഛൻ പെസഹപ്പം മുറിച്ചു. പെസഹപ്പം മുറിക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല. ടീനോട് പറഞ്ഞപ്പോൾ ടീന വായും പൊളിച്ച് നിന്നേച്ച് കാരണം പെസഹപ്പം മുറിക്കണ എടുക്കാൻ പറ്റില്ല. മുറിച്ചിട്ട് എല്ലാവർക്കും അച്ഛൻ കൊണ്ടുവന്ന് കൊടുക്കണം എടുത്തത്. അപ്പോൾ ആൾക്കാരെ ശിഷ്യന്മാർക്ക് കാലിലിട്ട് ഉള്ള ഒരു ചടങ്ങുണ്ടല്ലോ, അവർക്കാണ് ആദ്യം പെസഹപ്പം കൊടുക്കണം. കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒന്നും ഞാനിതിൽ എടുത്തിട്ടില്ല, അവിടെ നിൽക്കണതിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നേരെ ഇതിപ്പോൾ പള്ളിയുടെ അകത്ത് എല്ലാവർക്കും കൊടുക്കണം, പെസഹപ്പം കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണുന്നത്. ഇതിന് ശേഷം പുറത്ത് എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെയാണ് പള്ളിയുടെ അകത്ത് കൊടുത്തത് മെയിനായിട്ട്. പിന്നെ പുറത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട്, വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വന്ന് ക്യൂ ആയിട്ട് നിന്ന് പെസഹപ്പം വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങളും വാങ്ങിച്ച് കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ വന്നിട്ട് ഇപ്പോൾ രാത്രി 8 മണി തൊട്ട് 12 മണി വരെ ആരാധന ഉണ്ടല്ലോ. അപ്പോൾ ആരാധനയൊക്കെ അലങ്കരിച്ചിരിക്കുന്ന കണ്ടിട്ട് കാണുന്നത് സിസ്റ്റർമാരൊക്കെയാണ്. ഇതെല്ലാം സിസ്റ്റർമാർ അവിടുത്തെ ഓൾട്ടർ ബോയ്സൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ കൂടി എല്ലാവരും കൂടിയാണ് ഇത് അലങ്കരിച്ചേക്കണം. വളരെ ഭംഗിയായിട്ടില്ല, നോക്കൂ കണ്ട. അപ്പോൾ ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ഓരോ കേസ് ഇങ്ങനെ ഓരോ സംഘടനയുടെ ഇതിലാണ് ആരാധന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോനും അതേപോലെ മറ്റുള്ളവരൊക്കെ ഇവിടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയും മറ്റേ ധൂമ മാട്ടാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞ പുറത്ത് മറ്റേ പെസഹപ്പം മുറിച്ച് കഴിക്കുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞത് കണ്ടോ ഗ്രൗണ്ടിൽ. അതൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക വിശ്വാസവും അതിനോടൊപ്പം തന്നെ എല്ലാവരും കൂടി, അതായത് പല പല വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പെസഹപ്പം മുറിച്ച് കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു സന്തോഷം. ഈശോ പണ്ട് ശിഷ്യന്മാർക്ക് ചെയ്തു കൊടുത്ത പോലത്തെ ഉള്ള ഒരു റിയലായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത്. ഇതാണ് എങ്ങനെയുണ്ട് കണ്ട പുറത്തത്തെ നിലവിളക്ക് കത്തിച്ചിട്ട് രാത്രിത്തെ വ്യൂസ് അടിപൊളിയല്ലേ, സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇങ്ങനത്തെ ഈ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇത്തവണ എടുത്തപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിള്ളേരെ കൊണ്ട് വീട്ടിലാക്കി. എൻ്റെ മോൻ ഇവിടെ ധൂമാട്ടം ഉണ്ടായത് കാരണം അവൻ ഇവിടെ തന്നെ നിന്നു. മോളെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് ഞാനും ടീനയും കൂടി നേരെ ഞങ്ങളുടെ ഇടവപ്പള്ളിയിലേക്ക് പോയി. ഇടവപ്പള്ളിയിലത്തെ കാഴ്ച നിങ്ങൾ കാണണ്ടേ. അപ്പോൾ ഇത് ഇടവപ്പള്ളിയുടെ അകത്തത്തെ ആരാധനയ്ക്ക് സെറ്റ് ചെയ്തേക്കണേ കേട്ടോ. അധികം എടുത്തില്ല, ചെറിയൊരു ഇതുപോലെ എടുത്തുള്ളൂ. പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന ടൈമായത് കാരണം ജസ്റ്റ് ഒന്ന് ഓടിച്ചതെടുത്ത്. ഇവിടുത്തെ മെയിൻ എന്ന് വെച്ചാൽ ദീപക്കാഴ്ചയാണ്. നോക്കൂ അടിപൊളി. അത് എല്ലാ യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് ദീപക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള വിളക്കുകളെല്ലാം സജ്ജീകരിച്ചിരുന്നു. ഇതൊക്കെയെല്ലാം ഓരോ യൂണിറ്റിലത്തെ ആൾക്കാരാണ്, ഓരോ പ്ലോട്ടായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ട. ഞങ്ങളുടെ യൂണിറ്റിലത്തെ ടീമുണ്ട്, അതേപോലെ മറ്റുള്ള യൂണിറ്റിലത്തെ എല്ലാവരും. അപ്പോൾ അവരുടെ കയ്യിലുള്ള വലിയ നിലവിളക്ക്, ചെറിയ നിലവിളക്ക്, അങ്ങനെ പല പല വിളക്കൊക്കെ കൊണ്ടുവന്നിട്ട് കത്തിച്ച് ശരിക്കും മറ്റേ അർത്തിങ്കൽ പള്ളിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു സെറ്റപ്പ് തന്നെ. അത്രയും വലുതല്ലെങ്കിൽ പോലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെസഹ കാഴ്ചകൾ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ ഒന്ന് പറയുക, പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി പറയുക, ഞങ്ങൾ ചെയ്യാം. പിന്നെ അതേപോലെ എന്തെങ്കിലുമെക്കുറിച്ച് അറിയണം, എന്തെങ്കിലും ഇതായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ഞങ്ങൾ പോയി ചെയ്യാം. അപ്പോൾ നിങ്ങളാണ് നമ്മളുടെ സപ്പോർട്ട്, തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.